നമസ്കാരം, ഋഷിപ്രോക്സം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓണക്കാലത്ത് ആത്മീയമായിട്ടുള്ള പുരോഗതിക്കും അതുവഴി ഭൗതിക നേട്ടങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ള സാധനകൾ എല്ലാവരും ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആദ്യത്തെ 3 ദിവസം അത്തം, ചിത്തിര, ചോതി എന്നീ ദിവസങ്ങളിലെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ അന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് അതിനുശേഷമുള്ള ദിവസങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ചെറിയ ചെറിയ വീഡിയോകൾ 3 വീഡിയോകളിലായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. കാരണം ഒരുപാട് ദൈർഘ്യം ഉണ്ടായാൽ നിങ്ങൾക്കത് കാണുവാൻ ബുദ്ധിമുട്ടാകും. പിന്നീട് അത് ഒന്നിച്ച് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് അത് പ്രീമിയർ ആയിട്ട് നൽകാവുന്നതുമാണ്. നമുക്ക് ഇന്ന് 4-ാം ദിവസത്തിലെ ഉപാസന രീതി ഒന്നും നോക്കാം. 4-ാം ദിവസം തിങ്കളാഴ്ചയാണ്. 9/9/2024 തിങ്കളാഴ്ച ദിവസം വിശാഖം നക്ഷത്രമാണ്. ഓണത്തിന് അത്തം മുതൽ 4-ാം ദിനമാണ്. അന്നത്തെ ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ശിവഭഗവാനെയും പാർവതി ദേവിയും അർദ്ധനാരീശ്വര രൂപത്തിൽ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെയേറെ ശുഭഫലത്തെ നൽകും. അത്തരത്തിലുള്ള ഒരു മന്ത്രത്തെ പറയുകയാണ്. ആ മന്ത്രം ആദ്യത്തെ കാലഹോരയിൽ, അതായത് സൂര്യോദയത്തിന് ശേഷമുള്ള ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുന്നത് വളരെ വിശേഷ ഗുണത്തെ നൽകും. നമുക്ക് മന്ത്രത്തെ പരിചയപ്പെടാം. മന്ദാരമാല കലിതാലകായി കപാലമാലാങ്കിത സ്കന്ദരായ ദിവ്യാംബരായ ച ദിഗംബരായ നമഃശിവായ ച നമഃശിവായ. അന്നത്തെ ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഉചിതമാണ്. ക്രീം കളറും അനുയോജ്യമാണ്. അന്നത്തെ ദിവസം കറുപ്പ്, നീല എന്നീ നിറങ്ങളെ ഒഴിവാക്കേണ്ടതാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ചന്ദ്ര മന്ത്രങ്ങൾ ചൊല്ലുന്നതും വളരെയേറെ ഐശ്വര്യദായകമാണ്. ആദ്യത്തെ കാലഹോരയിൽ, തിങ്കളാഴ്ച ദിവസം ചന്ദ്രന്റെ കാലഹോരയിൽ, അതായത് സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ ഈ മന്ത്രത്തെ ജപിക്കുക. രോഹിണീശ സുധാമൂർത്തി സുധാദാത്ര സുദാശനഃ വിഷമസ്ഥാന സംഭൂതാം പീഡാം ഹരതുമേ വിദുഹു എന്നാണ് ആ മന്ത്രം ജപിക്കുക. അന്നത്തെ ദിവസം ഗൃഹത്തിലെ ചൈതന്യവർദ്ധനവിനായിട്ട് ഒരു വെള്ള തുണിയിൽ ചന്ദന തൈലമോ ചന്ദനമോ പുരട്ടി അവരവരുടെ പ്രധാന വാതിലിന് മുകളിൽ വരുന്ന രീതിയിൽ അവിടെ എവിടെയെങ്കിലും അത് വയ്ക്കുക. പിറ്റേ ദിവസം എടുത്ത് അത് ഒഴുകുന്ന വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ വീടിന് കിഴക്ക് വശത്തോ കിഴക്ക് വടക്ക് വശത്തോ അത് കുഴിച്ചിടുന്നതും ഉചിതമാണ്. ഇങ്ങനെ ചെയ്യുക വഴി ഗൃഹത്തിലെ അനുകൂല ഊർജത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഗൃഹത്തിലുള്ള നെഗറ്റീവ് എനർജിയെ എല്ലാം അതിലേക്ക് മാറുന്നതും ഇല്ലാതാക്കുന്നതിനും അത് സഹായകരമാണ്. ഇനി നമുക്ക് 5-ാം ദിവസത്തെ പ്രത്യേകതകളൊന്നും നോക്കാം. അന്ന് ഉപാസിക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കാം. 5-ാം ദിവസം എന്നത് ചൊവ്വാഴ്ചയാണ്. 10/9/2024 അന്ന് അനിഴം നക്ഷത്രമാണ്. ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ദുർഗാദേവി ഭജനം നടത്തുന്നത് വളരെ വിശേഷമാണ്. ദുർഗാക്ഷേത്രത്തിലും മഹാദേവ ക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അന്നത്തെ ദിവസം ആദ്യത്തെ കാലഹോരയിൽ, അതായത് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കേണ്ട ഒരു ദുർഗാ മന്ത്രത്തെ പരിചയപ്പെടാം. ഓം സർവശാസ്ത്ര വിശാരദായി നിത്യാനന്ദ പ്രദായിന്യേ സുരസൗഖ്യ പ്രമോദിന്യേ ഋഗ്യജുസാമ രൂപിണ്യേ അതിസൗമ്യ രൂപിണ്യേ മഹാരൂപായ ശാസ്ത്രജ്ഞാന സമൃദ്ധിം മേ ദേഹി ദദാവയ സ്വഹ എന്ന മന്ത്രത്തെയാണ് ജപിക്കേണ്ടത്. അന്നത്തെ ദിവസം കാഷായ നിറം ധരിക്കുന്നതും ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങൾ ധരിക്കുന്നതും അനുകൂലമാണ്. എന്നാൽ കറുപ്പ്, നീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. അന്നത്തെ ദിവസം ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ചൊവ്വയുടെ മന്ത്രത്തെ ജപിക്കുന്നതും ഉചിതമാണ്. നമുക്ക് ആ മന്ത്രത്തെ കൂടി പരിചയപ്പെടാം. ഭൂമിപുത്രോ മഹാതേജ ജഗതാം ഭയകൃത് സദാ വൃഷ്ടികർത്താ ച പീഠാം ഹരതുമേ കുജഹ എന്നാണ്. ഈ മന്ത്രവും ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുക. അന്നത്തെ ദിവസം ഗൃഹത്തിലെ പ്രതികൂല ഊർജത്തെ ഇല്ലാതാക്കുന്നതിനും അനുകൂല ഊർജം വർദ്ധിപ്പിക്കുന്നതിനുമായി ഒരു ചെമ്പ് തളിക എടുത്ത് അതിൽ കുങ്കുമം എടുത്ത് പ്രധാന മുറിയിൽ വെക്കുക. അത് പിറ്റേ ദിവസം ജലത്തിൽ ഒഴുക്കുകയോ മറ്റോ ചെയ്യാം. അല്ലാത്ത പക്ഷം വടക്ക് കിഴക്ക് വീടിന്റെ മൂലയിൽ കുഴിച്ചിടാം. അതല്ല എങ്കിൽ ആ കുങ്കുമത്തെ വെള്ളത്തിൽ കലക്കി വീടിന് 4 വശവും തളിക്കാവുന്നതുമാണ്. ഇനി നമുക്ക് 6-ാം ദിവസത്തെ ഉപാസനാ രീതി ഒന്ന് നോക്കാം. 6-ാം ദിവസം എന്നത് 11/9/2024 ബുധനാഴ്ച ദിവസമാണ്. അന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. ഹനുമാൻ സ്വാമിയെ വിശേഷമായി പ്രാർത്ഥിക്കുന്നത് അന്ന് ഗുണപ്രദമാണ്. നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ഒരു മന്ത്രത്തെ പരിചയപ്പെടാം. വാമേകരേ വൈരിഭിതം വഹന്തം ശൈലം പരേ ശൃഖലഹാരിടങ്കം ദദാനമശ്ച ചവിയജ്ഞ സൂത്രം ഭജേ ജലത്കുണ്ട
കുണ്ടലമാഞ്ജനേയം എന്ന മന്ത്രത്തെ ജപിക്കാം. ഈ മന്ത്രം അറിയാത്തവരാണെങ്കിൽ മറ്റേതെങ്കിലും ഹനുമാൻ സ്വാമിയുടെ മന്ത്രത്തെ ജപിക്കാം. അന്നത്തെ ദിവസം ധരിക്കാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള നിറം പച്ചയാണ്. ചുവപ്പും മഞ്ഞയുമായിട്ടുള്ള നിറം കലർന്ന വസ്ത്രങ്ങൾ അന്നത്തെ ദിവസം പരമാവധി ഒഴിവാക്കുക. അന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ ബുധമന്ത്രങ്ങൾ ചൊല്ലുന്നത് ഏറ്റവും അനുകൂലമാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു മന്ത്രത്തെ കൂടി പരിചയപ്പെടാം. ഉത്പാദരൂപോ ജഗതാം ചന്ദ്രപുത്രോ മഹാദ്യുതിഹി സൂര്യപ്രിയകരോ വിദ്വാൻ പീഠാം ഹരതുമേ ബുധ എന്നാണ് ആ മന്ത്രം. ഈ മന്ത്രം ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുക. ഇനി നമുക്ക് അന്നത്തെ ദിവസം ഗൃഹത്തിലെയും വ്യക്തിഗതമായിട്ടുള്ള പ്രതികൂല ഊർജത്തെ ഇല്ലാതാക്കിയ അനുകൂല ഊർജം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ചെറിയ പൊടിക്കൈയും കൂടി ഒന്ന് പരിചയപ്പെടാം. കറുകപ്പുല്ലുകൾ എടുത്ത് ഒന്നിച്ചു കൂട്ടിക്കെട്ടുക. ഇത് പ്രധാന വാതിലിന്റെ വെളിയിലായിട്ട് വാതിലിന് മുകളിൽ കെട്ടിത്തൂക്കാം, അല്ലെങ്കിൽ വാതിലിനോട് ചേർന്ന് എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിടുക. ഇനി കറുകപ്പുല്ല് കിട്ടിയില്ല എങ്കിൽ മുളയുടെ ഇല ഒന്നിലധികം ചേർത്ത് കൂട്ടിക്കെട്ടി അതേപോലെ തൂക്കിയിടാവുന്നതാണ്. ഇത് നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കും, അനുകൂല ഊർജത്തെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഐശ്വര്യദായകമാണ്. ഇനി നമുക്ക് 7-ാം ദിനം ചെയ്യേണ്ട കാര്യങ്ങളെ കൂടി പരിചയപ്പെടാം. 7-ാം ദിനം വ്യാഴാഴ്ച ദിവസമാണ്. 12/9/2024 മൂലം നക്ഷത്രമാണ്. വ്യാഴാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ മഹാവിഷ്ണു പ്രീതിയാണ് വരുത്തേണ്ടത്. അത് ധന്വന്തരി ഭാവത്തിലാണെങ്കിൽ അത്യുത്തമമാണ്. നമുക്ക് ധന്വന്തരി മന്ത്രത്തെ പരിചയപ്പെടാം. ഓം നമോ ഭഗവതേ മഹാസുദർശനായ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവഭയ വിനാശനായ സർവരോഗ നിവാരണായ ത്രൈലോക്യപതയേ ത്രൈലോക്യനിധയേ ശ്രീ മഹാവിഷ്ണു സ്വരൂപായ ശ്രീ ധന്വന്തരി സ്വരൂപായ ശ്രീ 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 ഔഷധചക്ര നാരായണായ നമഃ എന്നാണ്. ഈ മന്ത്രത്തെ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ അന്നത്തെ ദിവസം, അതായത് ഓണത്തിന്റെ അത്തം മുതലുള്ള 7-ാം ദിനം, അതായത് വ്യാഴാഴ്ച ദിവസം ജപിക്കുക. അതുമൂലം വളരെയേറെ അനുകൂല ഊർജത്തെ ലഭിക്കുന്നതാണ്. അന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ഒരു മന്ത്രത്തെ ജപിക്കുന്നതും ഉചിതമാണ്. നമുക്ക് ആ മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ദേവമന്ത്രി വിശാലാക്ഷ സദാലോക ഹിതേരഥഃ അനേക ശിഷ്യ സമ്പൂർണ പീഠാം ഹരതുമേ ഗുരുഹു. ഈ മന്ത്രത്തെയും ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുക. കൂടാതെ ഗൃഹത്തിലെയും വ്യക്തിഗതമായിട്ടുള്ള നെഗറ്റീവ് ഊർജങ്ങളെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജം ലഭിക്കുന്നതിനായിട്ട് ഒരു ചെറിയ പൊടിക്കൈയും കൂടി പരിചയപ്പെടാം. ചെറിയ കുപ്പിയിലോ പാത്രത്തിലോ കടുകെണ്ണ നിറച്ച് അടുക്കളയിൽ ആ പാത്രം സൂക്ഷിക്കുക. ഇനി കടുകെണ്ണ കിട്ടാത്ത പക്ഷം ഒരു തുറന്ന പാത്രത്തിൽ കടുക് സൂക്ഷിക്കുന്നതും, അതല്ല എങ്കിൽ അല്പം വെളിച്ചെണ്ണ പരന്ന പാത്രത്തിൽ സൂക്ഷിക്കുന്നതും എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും ആഗിരണം ചെയ്ത് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് സഹായിക്കും. ചാരനിറവും വെളുപ്പ് നിറവുമാണ് അന്ന് ധരിക്കാൻ ഉത്തമമായിട്ടുള്ള നിറങ്ങൾ. പ്രതികൂല നിറം ചുവപ്പ് നിറമാണ്. അത്തം മുതൽ മൂലം വരെയുള്ള 7 ദിവസത്തെ പ്രത്യേക ഉപാസനാ രീതികൾ പറഞ്ഞു. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് വരും ദിവസങ്ങളിൽ, അതിനുശേഷമുള്ള ദിവസങ്ങളിലെ ഉപാസനാ രീതികൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.